ദേ എന്തുവാടി നീ ഇരുന്ന് തപ്പുന്ന? നീ എത്ര നേരം കൊണ്ടിരുന്ന് പരതുവാ? നിനക്ക് എത്ര തവണ ഞാനിത് പറഞ്ഞു തന്ന്? ഡി ഇത് ഇങ്ങനെ ഈ 8ല് 2 എത്ര തവണ അടങ്ങുമെന്ന് അങ്ങോട്ട് നോക്കണം. 2ന്റെ ടേബിൾ അങ്ങോട്ട് ചൊല്ലി നോക്കണം. ചെയ്യടി അങ്ങനെ മര്യാദക്ക് അങ്ങോട്ട്. ആ അവിടെ 4 അങ്ങോട്ട് എഴുതണം. ആ അങ്ങനെ. ഇപ്പൊ നിനക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയോ? ഇതുപോലെ ബാക്കിയുള്ളത് അങ്ങോട്ട് ചെയ്യ. നീ എത്ര തവണ പറയണം? എന്തുകൊണ്ട് ചിരിക്കുന്നേ? നീ എന്തോ ചിരിക്കുന്നേ? ചിരിക്കത്തക്കൊണ്ട് ഞാൻ വല്ലതും പറഞ്ഞോ? ഞാൻ ഇവിടെ വല്ല കോമഡി സ്കിറ്റ് വല്ലതും അവതരിപ്പിക്കുന്നുണ്ടോ? ഇരുന്ന് ചിരിക്കുന്നു. എന്തോ നീ കാണിക്കുന്നത്? നീ പിന്നെയും തെറ്റിക്കുവാന്നോ? നിനക്ക് അറിയാമോ ഞാനാണോ? നിനക്കപ്പൊ എന്റെ കിട്ടണം, അതിന് വേണ്ടിയാണോ നീ കാണിക്കുന്നേ? ഇങ്ങനാണോടി കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നത്? ഇതെന്തോ ഇവിടെ എന്തോ അറവുശാല? ഇത് എന്നും ഇത് തന്നെ. ഒരു സമയം കഴിഞ്ഞ് അങ്ങ് തുടങ്ങും. എന്തോ നാ മനുഷ്യന്റെ തല പെരുക്കുന്നു. ഇങ്ങനെയാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്? ഇങ്ങനെ കിടന്ന് കടിച്ചു പറിക്കുന്ന എന്തിനാ കൊച്ചിനെ? അതിന് സമാധാനമായിട്ട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവത്തില്ലേ? ബഹളമാണെന്ന് അവള്. ഞാൻ ബഹളം വയ്ക്കുന്നില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കും. എന്നാ എന്റെ ജോലി എങ്കിലും നടക്കും. പൊടിച്ചല്ലേ അങ്ങോട്ട് പോ. മോൾ ഇങ്ങോട്ട് പോവാ, ഞാൻ പറഞ്ഞുതരാം. ഹരണം 136നെ 4 കൊണ്ട് ഹരിക്കുക. ഹരണം മനസ്സിലായോ? ഹരണയല്ല, ഹരണം. ഡിവിഷൻ മനസ്സിലായോ? 136നെ 4 കൊണ്ട് ഹരിക്കാന്ന് പറയുമ്പോ 1 വെച്ചിട്ടില്ല. രണ്ടാമത്തെ 13നെ 4 കൊണ്ട്. അപ്പൊ 13നകത്ത് 4 എത്ര തവണ ഉണ്ടെന്ന് നോക്കണം. 3 തവണ. 3 ഇവിടെ എഴുതണം. ബാക്കി ശിഷ്ടം 1 എഴുതണം. ശിഷ്ടം എന്ന് വെച്ചാല് ഇംഗ്ലീഷ് റിമൈൻഡർ. 1 ഇവിടെ എഴുതണം. റിമൈൻഡർ 1 ഇവിടെ എഴുതണം. പിനുള്ള സംഖ്യ 6നെ താഴോട്ട് നമ്മൾ കൊണ്ടുവരണം. ഒഴുകി വരുവടി. 6 ഒഴുകി വരും. ആ ഒഴുകി വരുന്ന 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കിട്ടും? 4. അപ്പൊ 34ആണ് ഇത് ഉത്തരം. എങ്ങനെയാന്ന് മനസ്സിലായി? 6 താഴോട്ട് വന്ന എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായോ? 6 ഒഴുകി അല്ലടി, ഒഴുകി വന്നു. നിന്റെ ചുമ്മാ നല്ലടി. നിന്റെ അമ്മച്ചി നിന്നെ എടുത്തിട്ട് പൊതുക്കുന്നത്. നിന്നെയൊക്കെ അറിഞ്ഞ് തന്നെ പഠിപ്പിക്കണം. നിന്റെ അമ്മച്ചി നിന്നെ എടുത്ത് പൊതുക്കുന്ന ചുമ്മാതല്ല. 6 ഒഴുകി വരുമല്ല. എന്റെ ഓടി എണീറ്റ് ഓടി. നിനക്ക് നിന്റെ അമ്മച്ചി എന്നാ നല്ലത്? എഴുതിച്ചു പോ. ഇങ്ങനാണോ കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നത്? സമാധാനം വേണ്ടേ? സമാധാനത്തോടെ അങ്ങോട്ട് പഠിപ്പിക്ക്. പോടി നീ. ചൊറിയാൻ വരാതെ പോടി കയറി. എന്റെ തലപ്രാന്ത് എടുത്തിരിക്കുക. പോടി. തലപ്രാന്ത് എടുക്കുന്നോ? തലപ്രാന്ത് എടുക്കും. ഒരു 10 മിനിറ്റ് ആയപ്പോ ഇത്ര. അപ്പൊ ദിവസം ഇത് ഹാൻഡിൽ ചെയ്യുന്ന എന്റെ കാര്യം എന്തുമായിരിക്കും? അമ്മയും മോനും കൂടെ അവിടെ ഇരുന്ന് അങ്ങ് കുറ്റം പറയാറുണ്ടല്ലേ? അവള് കൊച്ചിനെ പഠിപ്പിക്കുമ്പോ ഇവിടെ എന്തൊക്കെ ബഹളം. അതിനെ ഇന്ന് കൊല്ലും, അത് ചെയ്യും, ഇത് ചെയ്യും. ഓരോന്ന് ചെയ്യുമ്പോഴേ എന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കി. ഇനി എന്നും നിങ്ങളങ്ങ് പഠിപ്പിച്ചാൽ മതി. അയ്യോ എന്റെ പൊന്നെ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. എനിക്ക് അത്രയും ക്ഷമയൊന്നുമില്ല. ഞാൻ വലിച്ചു കീറി ഞാൻ ഭിത്തി ഒട്ടിക്കും. പോ. നീ വിളിച്ചോണ്ട് പോ. നീ അടിക്കോ തല്ലിയോ കൊല്ലുവോ നീ അങ്ങ് പഠിപ്പിച്ചാൽ മതി. എന്നെ കൊണ്ട് പറ്റും. ഞാൻ പറഞ്ഞതെല്ലാം ഇനി തിരിച്ചു.